ഓക്കെ, നെക്സ്റ്റ് ബയോമോളിക്യൂൾ ഈസ് ലിപ്പിഡ്സ്. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എണ്ണ അല്ലെങ്കിൽ കൊഴുപ്പ് വർഗത്തിൽപ്പെട്ട തന്മാത്രകളാണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വാട്ടർ ഇൻസോലബിൾ, കണ്ടെയ്ൻസ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ബട്ട് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഈസ് ലെസ് ദാൻ എനി അതർ കോമ്പൗണ്ട്സ്. ഓക്കെ, ലിപ്പിഡ്സ് 3 ടൈപ്സ് ഉണ്ട്: സിമ്പിൾ ലിപ്പിഡ്സ്, കോമ്പൗണ്ട് ലിപ്പിഡ്സ്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. സിമ്പിൾ ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ that is formed of fatty acid and alcohol like glycerol. സിമ്പിൾ ലിപ്പിഡ്സിനകത്തുള്ള പ്രധാനപ്പെട്ട കമ്പണൻറ്റ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആണ്. ഫാറ്റി ആസിഡ്സ് ആർ ലിപ്പിഡ്സ് വിത്ത് ഹൈഡ്രോ കാർബൺ ചെയിൻസ് എൻഡിങ് വിത്ത് COH ഗ്രൂപ്പ്, ദാറ്റ് ഈസ് RCOH ഗ്രൂപ്പ്. ഹൈഡ്രോ കാർബൺ ചെയിൻസ്, ഹൈഡ്രജനും കാർബണും അടങ്ങിയത്, അതിൻ്റെ എൻഡിൽ എന്തായിരിക്കും? COH ഉണ്ടാവും. For example, palmitic acid has 16 carbons, or arachidonic acid 20 carbons. ഇതാണ് പാൽമിറ്റിക് ആസിഡ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. CH ഇങ്ങനെ കുറേ കാർബൺ ഹൈഡ്രജൻ അടങ്ങിയ വലിയ ചെയിൻ, അതിൻ്റെ അറ്റത്ത് COOH കാണാം. ഓക്കെ, അരാക്കിഡോണിക് ആസിഡ് ലൈക്ക് ദാറ്റ്, കാർബൺ ചെയിനും അതിൻ്റെ അറ്റത്ത് COOH ഗ്രൂപ്പ്. ടൈപ്സ് ഓഫ് ഫാറ്റി ആസിഡ്, 2 types of fatty acid ലോവർ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വൺ ഈസ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ദെൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് നോ ഡബിൾ ബോൺസ് ഓർ ട്രിപ്പിൾ ബോൺസ് ബിറ്റ്വീൻ ദ കാർബൺ ആറ്റംസ്. ഫോർ എക്സാമ്പിൾ പാൽമിറ്റിക് ആസിഡ് നിങ്ങൾക്ക് കാണാം, ഇവിടെ കാർബൺ ആറ്റംസ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് സിംഗിൾ ബോണ്ട് കൊണ്ട് മാത്രം. എന്നാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ദേ ഹാവ് 1 or more ഡബിൾ ബോൺസ്. ഫോർ എക്സാമ്പിൾ ഒലീക് ആസിഡ്, അരാക്കിഡോണിക് ആസിഡ്. ഒലീക് ആസിഡ് നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് നമുക്ക് കാണാം ചില സ്ഥലങ്ങളിലൊക്കെ കാർബൺ ആറ്റത്തിനിടയിൽ ഡബിൾ ബോണ്ടുകൾ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സ്ട്രക്ചർ ഓഫ്, അപ്പോൾ നേരത്തെ പറഞ്ഞു ഫാറ്റി ആസിഡ് ലിപ്പിഡ് ഈസ് മെയ്ഡ് ഓഫ് ഐദർ ഫാറ്റി ആസിഡ് ഓർ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഗ്ലിസറോൾ എന്താണ്? സ്ട്രക്ചർ ഓഫ് ഗ്ലിസറോൾ ട്രൈഹൈഡ്രോക്സി പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞ ഗ്ലിസറോൾ. അതിൻ്റെ ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചർ ആണ് CH2OH, CHOH, CH2OH. പഠിച്ചോളണം, ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചർ പഠിച്ചോളണം. CH2OH, CHOH, CH2OH. ഇപ്പോൾ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ലിപ്പിഡ്സ് ആർ ഐദർ ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ചേർന്നതാണ്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഗ്ലിസറൈഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഫാറ്റി ആസിഡ്സ് ആർ എസ്റ്ററിഫൈഡ് വിത്ത് ഗ്ലിസറോൾ ത്രൂ എസ്റ്റർ ബോണ്ട്. അപ്പോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റർ ബോണ്ട്, ഫോമിങ് ഗ്ലിസറൈഡ്സ്, മോണോഗ്ലിസറൈഡ്സ്, ഡൈഗ്ലിസറൈഡ്സ് ഓർ ട്രൈഗ്ലിസറൈഡ്സ്. ജനറലി വിളിക്കുന്ന പേര് ഗ്ലിസറൈഡ്സ്. അപ്പോൾ ശ്രദ്ധിച്ചോളണം, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ജോയിൻ ചെയ്താൽ വിളിക്കുന്ന പേര് ഗ്ലിസറൈഡ് എന്നാണ്. അത് ഒന്നിക്കലും മോണോഗ്ലിസറൈഡ് ആയിരിക്കും, ഡൈഗ്ലിസറൈഡ് ആയിരിക്കും, ട്രൈഗ്ലിസറൈഡ് ആയിരിക്കും. ഇനി മോണോഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 1 ഗ്ലിസറോൾ പ്ലസ് 1 ഫാറ്റി ആസിഡ്. ഡൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 1 ഗ്ലിസറോൾ പ്ലസ് 2 ഫാറ്റി ആസിഡ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 1 ഗ്ലിസറോൾ പ്ലസ് 3 ഫാറ്റി ആസിഡ്. അപ്പം മോണോ മീൻസ് 1 ഫാറ്റി ആസിഡ്, ഡൈ മീൻസ് 2 ഫാറ്റി ആസിഡ്, ട്രൈ മീൻസ് 3 ഫാറ്റി ആസിഡ്. പക്ഷെ അതിൻ്റെ കൂടെ എന്താ ഉണ്ടാവുക? ഓരോ മോളിക്കൂള് ഗ്ലിസറോൾ കാണാൻ വേണ്ടി പറ്റും. ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാൽ 3 ഫാറ്റി ആസിഡ് പ്ലസ് 1 ഗ്ലിസറോൾ. ഇവിടെ സെൻട്രൽ ഗ്ലിസറോൾ കാണാം. R1, R2, R3 എന്ന് പറയുന്നത് ഫാറ്റി ആസിഡിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ബേസ്ഡ് അപ്പോൺ ദ മെൽറ്റിംഗ് പോയിന്റ്സ് ലിപ്പിഡ്സ് ആർ ഓഫ് 2 types. ഒന്ന് ഫാറ്റും ഓയിലും. ഫാറ്റിന് ഹയർ മെൽറ്റിംഗ് പോയിന്റ് കാണാം, ഓയിൽസിന് ലോവർ മെൽറ്റിംഗ് പോയിന്റ് കാണാം. ഓക്കെ, നമ്മുടെ ഫാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നെയ്യ്, വെണ്ണയൊക്കെ ഫാറ്റാണ്. ഓയിൽസ് എന്ന് പറഞ്ഞാൽ സാധാരണ കോക്കനട്ട് ഓയിൽ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, വാട്ട് എവർ മേ ബി. റൂം ടെമ്പറേച്ചറിൽ പലപ്പോഴും ഫാറ്റ് എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. ഓയിൽസ് ലിക്വിഡ് ആയിരിക്കും. കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്സ്. ഈ ഫാറ്റി ആസിഡ് നേരത്തെ പറഞ്ഞു, കോമ്പൗണ്ട് ലിപ്പിഡ്സ് നേരത്തെ പറഞ്ഞു. ഈ ഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ മറ്റേതെങ്കിലും കോമ്പൗണ്ടുമായിട്ട് കമ്പൈൻ ചെയ്യാം. ദീസ് ആർ ദ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ആൽക്കഹോൾ വിത്ത് അഡീഷണൽ ഗ്രൂപ്പ്സ്. സാധാരണ അതിൽ ലിപ്പിഡ്സിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണ് കാണുക. അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും അഡീഷണൽ ഗ്രൂപ്പ്സ് കാണുമ്പോൾ ദറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കോമ്പൗണ്ട് ലിപ്പിഡ്സ്. ഫോർ എക്സാമ്പിൾ ഫോസ്ഫോ ലിപ്പിഡ്സ്, ലിപ്പിഡിൻ്റെ കൂടെ ഫോസ്ഫേറ്റും അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡും കൂടെ ജോയിൻ ചെയ്തു. ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ പ്ലസ് ഫോസ്ഫേറ്റ്. ദേ ആർ ഫൗണ്ട് ഇൻ ദ സെൽ മെംബ്രെയിൻ. ഫോർ എക്സാമ്പിൾ ലെസിത്തിൻ ഈസ് എ ഫോസ്ഫോലിപ്പിഡ്. Derived lipids. These are the product of hydrolysis of simple lipids and compound lipids. For example, cholesterol,
products of hydrolysis of simple or compound lipids. Cholesterol is a derived lipids. Okay. അടുത്ത ബയോമോളിക്യൂൾ ഷുഗേഴ്സ് ആണ്. ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയും. ഷുഗേഴ്സ് ആർ കാർബോഹൈഡ്രേറ്റ്സ്. ഷുഗേഴ്സ് ആർ സ്വീറ്റ് ആൻഡ് വാട്ടർ സോലുബിൾ ഹൈഡ്രോ carbohydrates. These are formed of carbon, hydrogen, oxygen in the ratio 1:2:1. ഹൈഡ്രജൻ ഇരട്ടിയായിരിക്കും കാർബണിനെയും ഓക്സിജനേക്കാൾ. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ്, റൈബോസ് എക്സെട്ര. നോക്കൂ, ഇത് ഗ്ലൂക്കോസ് C6H12O6. എൻ്റെ സ്ട്രക്ചർ ഇതാണ്, റിംഗ് സ്ട്രക്ചറാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് റൈബോസ്. റൈബോസ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഷുഗറാണ്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ഷുഗറാണ്. റൈബോസ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഷുഗറാണ്. നൈട്രജൻ ബേസസ് മറ്റൊരു മൈക്രോ ബയോമോളിക്യൂൾസ് ആണ്. നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസിൻ്റെ പ്രത്യേകത എന്താണ്? ദീസ് ആർ ദ നൈട്രജൻ കണ്ടെയ്നിങ് സൈക്ലിക് കോമ്പൗണ്ട് ഫൗണ്ട് ഇൻ ദ ന്യൂക്ലിക് ആസിഡ്. ദീസ് ആർ ക്ലാസിഫൈഡ് ഇൻ 2. നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ്. 2 എണ്ണമാണുള്ളത്. ഒന്ന് പ്യൂരിനും പിരമിഡൈൻസും. പ്യൂരിൻസ് 2 ഉണ്ട്, അഡിനിനും ഗ്വാനിനും. പിരമിഡൈൻസ് 3 ഉണ്ട്, സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ. അവയൊക്കെ കാണിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിക് ലെറ്ററിലാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഈ പ്യൂരിൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്യൂരിൻസ് ഡബിൾ റിങ്ഡ് കോമ്പൗണ്ട് ആണ്. ഒരു ഹെക്സഗണൽ റിങ്ങും ഒരു പെൻറ്റഗണൽ റിങ് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ പിരമിഡൈൻസ് എന്ന് പറയുന്നത് സിംഗിൾ റിങ്ഡ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഈ സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ അതൊക്കെ സിംഗിൾ റിങ്ഡ് കോമ്പൗണ്ട് ആണ്. അഡിനും ഗ്വാനിനും ഡബിൾ റിങ്ഡ് കോമ്പൗണ്ട് ആണ്. ഓർത്ത് വെച്ചോളാം. നൈട്രജൻ ബേസിൽ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജൻ ബേസിൻ്റെ കൂടെ ഷുഗറും കൂടെ ചേരുമ്പോൾ ന്യൂക്ലിയോസൈഡ് കിട്ടും. നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ ന്യൂക്ലിയോസൈഡ് കിട്ടും. ഓക്കെ. അപ്പോൾ ഒരു നൈട്രജൻ ബേസിന് അഡിനിൻ, അതിൻ്റെ കൂടെ ഷുഗർ വരുമ്പം അഡിനോസിൻ. ഗ്വാനിൻ പ്ലസ് ഷുഗർ ഗ്വാനോസിൻ. സൈറ്റോസിൻ പ്ലസ് ഷുഗർ സൈറ്റിഡീൻ. തൈമിൻ പ്ലസ് ഷുഗർ തൈമിഡീൻ. യുറാസിൽ പ്ലസ് ഷുഗർ യുറിഡീൻ. തോർത്ത് വെച്ചോളാം. അപ്പോൾ ഇതെല്ലാം ന്യൂക്ലിയോസൈഡുകൾക്കുള്ള എക്സാമ്പിൾസ്. നൈട്രജൻ ബേസിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ഷുഗറും കൂടെ ചേരുമ്പോൾ ന്യൂക്ലിയോസൈഡ് കിട്ടും. ഇനി ന്യൂക്ലിയോടൈഡ് എങ്ങനെ കിട്ടുക? ഈ ന്യൂക്ലിയോസൈഡുകളുടെ കൂടെ ഫോസ്ഫേറ്റും കൂടെ ചേരുമ്പോൾ ന്യൂക്ലിയോടൈഡ് കിട്ടും. അഡിൻ പ്ലസ് ഷുഗർ എന്താ? അഡിനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ് അഡിനൈലിക് ആസിഡ്. ഗ്വാനിൻ പ്ലസ് ഷുഗർ ഗ്വാനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്വാനൈലിക് ആസിഡ്, സൈറ്റിഡൈലിക് ആസിഡ്, തൈമിഡൈലിക് ആസിഡ്, യുറൈഡൈലിക് ആസിഡ്. ഇതൊക്കെ ന്യൂക്ലിയോടൈഡുകളാണ്. ഓർത്ത് വെച്ചോളാം. ന്യൂക്ലിയോടൈഡ്സ് ആർ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്. ന്യൂക്ലിക് ആസിഡ്സ് DNA and RNA are made up of nucleotides. ന്യൂക്ലിയോടൈഡുകൾക്കുള്ള നല്ല എക്സാമ്പിളാണ് DNA യും RNA. ന്യൂക്ലിയോടൈഡുകളുടെ നിരകൾ, പോളിമർ ആണ് ന്യൂക്ലിക് ആസിഡുകൾ. അപ്പം നൈട്രജൻ ബേസ്, ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറാണ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് 2 എണ്ണമാണുള്ളത്, DNA യും RNA. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇനി മാക്രോ ബയോമോളിക്യൂൾസ് ആണ്. ഇത്രയും നേരം നമ്മൾ കണ്ടത് മൈക്രോ ബയോമോളിക്യൂൾസ് ആണ്. നമ്മൾ ഇനി മാക്രോ ബയോമോളിക്യൂൾസ് ആണ്. മാക്രോ ബയോമോളിക്യൂൾസ് എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. മോളിക്കുലർ വെയിറ്റ് മോർ ദാൻ 1000 ഡാൾട്ടൺ. ദേ ഇൻക്ലൂഡ് പ്രോട്ടീൻ, പോളിസാക്കറൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്. ദർ മോളിക്കുലർ വെയിറ്റ് ഇസ് 10,000 ഡാൾട്ടൺ ആൻഡ് എബോവ്. ആസിഡ് സോൾബിൾ ഫ്രാക്ഷൻസിലാണ് ഇത് കാണുക. ഓക്കെ. Lipid is not strictly a macrobiological as its molecular weight does not exceed 800, but it comes under the acid soluble fractions because many lipids are arranged into structure like cell membranes. When a tissue is grinded, cell membranes are broken and forms water insoluble vehicles. They cannot be filtered through the acid soluble fractions. അപ്പോൾ സാധാരണ ഇതിൽ പറയുന്നത് ലിപ്പിഡ്സ് മൈക്രോ ബയോമോളിക്യൂൾസ് ആണ്, നോട്ട് മാക്രോ. സ്റ്റിൽ അവ ആസിഡ് സോലുബിൾ ഫ്രാക്ഷൻസിലാണ് കാണുന്നത്. ബട്ട് കംസ് അണ്ടർ ആസിഡ് ഇൻസോലുബിൾ ഫ്രാക്ഷൻസ്. ലിപ്പിഡ്സ് ആസിഡ് ഇൻസോലുബിൾ ഫ്രാക്ഷനിലാണ് കണ്ടു. ശരിക്കും അത് മറ്റേലാണ് കാണേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലിപ്പിഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ടു സ്ട്രക്ചർ ലൈക്ക് സെൽ മെംബ്രെയിൻസ്. When a tissue is grinded, cell membranes are broken and forms water insoluble vehicles.
ദ കനോട്ട് ബി ഫിൽറ്റേർഡ് അലോങ് ആസിഡ് സോലുബിൾ ഫ്രാക്ഷൻസ്. അതിന് ആസിഡ് സോലുബിൾ ഫ്രാക്ഷനിലേക്ക് ഫിൽറ്റർ ചെയ്ത് വരാൻ വേണ്ടി പറ്റില്ല. ശരിക്കും അതിനകത്താണ് വരേണ്ടത്. വരാൻ പറ്റാത്തതുകൊണ്ടാണ് അവ ആസിഡ് ഇൻസോലുബിൾ കാണുന്നത്. ഈവൻ ദോ ദേ ആർ മൈക്രോ ബയോമോളിക്യൂൾസ് ഹാവിങ് മോളിക്കുലാർ വെയ്റ്റ് ലെസ് ദാൻ 1000 ഡാൾട്ടൺ. ഇതൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ്. മാക്രോ ബയോമോളിക്യൂൾസ്, ആവറേജ് കോമ്പോസിഷൻ ഓഫ് ദ സെൽസ്. വാട്ടർ നമ്മുടെ ഒരു സെല്ലിൻ്റെ 70 to 90% ആണ്. പ്രോട്ടീൻസ് 10 to 15% കാണാം. കാർബോഹൈഡ്രേറ്റ് 3% കാണാം. ന്യൂക്ലിക് ആസിഡ് 5 to 7% കാണാം. അയോൺസ് 1% കാണാം. മാക്രോ ബയോമോളിക്യൂൾസിൽ ആദ്യത്തേത് പ്രോട്ടീൻസ്. എന്താ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ? പ്രോട്ടീൻസ് ആർ ഹെട്രോപോളിമർ ഓഫ് അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡുകൾ ഒന്നിന് പിറകെ ഒന്നായി ജോയിൻ ചെയ്യുമ്പോഴാണ് പ്രോട്ടീൻ കിട്ടുന്നത്. ഒന്നിന് പിറകെ ഒന്നായി ജോയിൻ ചെയ്യുമ്പോൾ അതിന് ബോണ്ട് വേണം. ദാറ്റ് ബോണ്ട് ഈസ് കോൾഡ് പെപ്റ്റൈഡ് ബോണ്ട്. അമിനോ ആസിഡുകളെ ചേർത്ത് നിർത്തുന്ന പെപ്റ്റൈഡ് ബോണ്ടുകളാണ് പ്രോട്ടീനകത്തുള്ളത്. ദേ ആർ പോളിപെപ്റ്റൈഡ്സ്, ദാറ്റ് ഈസ് ലീനിയർ ചെയിൻ ഓഫ് അമിനോ ആസിഡ് ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. Peptide bond is formed when COH group of one amino acids react with the NH2 group of next amino acid by releasing one molecule of water. Okay. Functions of the protein: for the growth and tissue repair, transport of nutrients across the cell membrane, act as intracellular ground substances, act as antibodies to fight against organisms, act as receptors. For example, receptors on smell, taste, hormones. Some are hormones. ചില പ്രോട്ടീനുകൾ ഹോർമോണാണ്. ഓക്കെ, ഇൻസുലിൻ ലൈക്ക്. ചിലത് എൻസൈംസ് ആണ്, ട്രിപ്സിൻ ലൈക്ക്. ചിലത് പിഗ്മെൻറ്റുകളാണ്, ഹീമോഗ്ലോബിൻ ലൈക്ക്. അപ്പോൾ ഇങ്ങനെ പ്രോട്ടീനിന് ഒരുപാട് റോളുകളുണ്ട്. മോസ്റ്റ് അബൻഡൻറ്റ് പ്രോട്ടീൻ ഏതാ? GK4U, കൊളാജൻ. അനിമൽ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ കൊളാജനാണ്. എന്നാൽ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ റുബിസ്കോ എന്ന് പറയും.